Hi all, welcome to a new class on prep scale. നമ്മൾ HSST ഫിസിക്സിന്റെ പ്രിപ്പറേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിലബസ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് HSST ഫിസിക്സിലുള്ള ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ഇലക്ട്രോണിക്സ് മൊഡ്യൂളിന് നമുക്ക് ചോദിക്കുന്നത് 7 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. 7 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സിലബസ് വളരെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ സിലബസിലുള്ള എല്ലാ പോർഷനും ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇലക്ട്രോണിക്സിന് കിട്ടുക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക്സിന് മുഴുവൻ മാർക്കും HSST ഫിസിക്സിൽ ഇലക്ട്രോണിക്സ് മൊഡ്യൂളിലെ മുഴുവൻ മാർക്കും നമുക്ക് കിട്ടും. നമുക്ക് ആദ്യം തന്നെ സിലബസ് ഒന്ന് നോക്കാം. ഇലക്ട്രോണിക്സ് മൊഡ്യൂളിലുള്ള ഫസ്റ്റ് തന്നിരിക്കുന്നത് ബയസിംഗ് ഓഫ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അതായത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫെറ്റ് ആണ്. ഇനി അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട് ഫെറ്റിന്റെ ബയസിങ്. പിന്നെ ഫെറ്റ് VVR ആയിട്ട് യൂസ് ചെയ്യുന്ന ഫെറ്റ് എന്ത് യൂസ് ചെയ്യുന്നു? VVR വോൾട്ടേജ് വാരിയബിൾ റെസിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതും അതിന്റെ അപ്ലിക്കേഷൻസും ഉണ്ട് സിലബസിൽ. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് താഴെ തരാം. ഫോട്ടോ ഡിറ്റക്ടേഴ്സിൽ ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, ഫോട്ടോ ഡയോഡ്, പിന്നെ PN ജംഗ്ഷൻ, സോളാർ സെൽസ്, അത്രയും ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ആണ് സിലബസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ബേസിക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ അഥവാ നമ്മൾ ഒപ്പാമ്പ് എന്ന് വിളിക്കുന്ന ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. അതിന്റെ പല ആപ്ലിക്കേഷൻസ്, അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉണ്ട്, ഒപ്പാമ്പിന്റെ പാരാമീറ്റേഴ്സ് പഠിക്കാനുണ്ട്, ഒപ്പാമ്പ് ആസ് ഇൻവെർട്ടർ, പിന്നെ ഒപ്പാമ്പിന്റെ എന്താണ് അനലോഗ് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇലക്ട്രോണിക് അനലോഗ് കമ്പ്യൂട്ടേഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫിൽറ്റേഴ്സ് ആണ്. ഇതിലിവിടെ പറയുന്നത് നമുക്ക് കാര്യമായി പഠിക്കാനുള്ളത് സിലബസിൽ നേരിട്ട് തന്നിട്ടുള്ളത് ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ആണ്. നമുക്ക് അറിയാം ഫിൽറ്റേഴ്സ് 2 തരമുണ്ട്, പാസീവ് ഫിൽറ്റേഴ്സ് ഉണ്ട്, ആക്റ്റീവ് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുന്നത് ഓപ്പാമ്പിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഫിൽറ്റേഴ്സ് ആണ്. ആക്റ്റീവ് ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, പിന്നെ പല ടൈപ്പ് ഫിൽറ്റേഴ്സ് നമ്മൾ വേറെ പഠിക്കും. ബട്ടർവർത്ത് ഫിൽറ്റേഴ്സ്, ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് ഒക്കെ നമ്മൾ ഫിൽറ്റേഴ്സിൽ പഠിക്കുന്നതാണ്. പിന്നെ ഒപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്, ഓസിലേറ്റേഴ്സ് ആണ്. അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതൊക്കെ എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണ്, ഒക്കെ നമ്മൾ സിലബസിൽ കവർ ചെയ്യും. പിന്നെ ഷ്മിത്ത് ട്രിഗർ എന്ന് പറയുന്നത് ഒരു കമ്പാരേറ്റർ ആണ്, നമ്മൾ പഠിക്കും. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പാമ്പ് മോഡുലേഷൻ ഒക്കെ ഇവിടം വരെയാണ് നമുക്ക് ഈ ഒപ്പാമ്പ് പഠിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ പോർഷൻ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി 2 ടൈപ്പിലാണ് ഇലക്ട്രോണിക്സിൽ സിലബസ് വരുന്നത്. ഒന്ന് സെമി കണ്ടക്ടർ ഡിവൈസസും, അടുത്ത പോർഷനിലേക്ക് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ സർക്യൂട്ട്സ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വരുന്നത്, കമ്പാരിസൺ ഓഫ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോസ്, പൾസ് കോഡ് മോഡുലേഷൻ അഥവാ PCM എന്ന് നമ്മൾ പറയുന്ന പൾസ് കോഡ് മോഡുലേഷൻ പഠിക്കാനുണ്ട്. കമ്മ്യൂണിക്കേഷൻസ്, റിസീവേഴ്സ്, FM ട്രാൻസ്മിറ്റേഴ്സ്, പിന്നെ VHF UHF സിസ്റ്റംസ് ഒക്കെ പഠിക്കാനുണ്ട്. മൈക്രോവേവ് സിസ്റ്റംസ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഇത്രയുമാണ് നമുക്ക് ഇലക്ട്രോണിക്സ് മൊഡ്യൂളിന്റെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ സെമി കണ്ടക്ടറിന്റെ സിലബസ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസസിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് PN ജംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഫെറ്റ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 ടെർമിനലുള്ള ഡിവൈസസ്, 3 ടെർമിനലുള്ളത്, 4 ടെർമിനലുള്ളത്, അങ്ങനെ നമ്മൾ സെമി കണ്ടക്ടർ ഡിവൈസസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആ ബേസിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനാണ്. ഇതിൽ PN ജംഗ്ഷൻ ഡയോഡ് നമ്മളെ സിലബസിലുള്ളതാണ്. സെനർ ഡയോഡ് ഉണ്ട്, പിന്നെ ഫോട്ടോ സെല്ലുണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സിലബസിൽ പറയുന്നത് 2 ടെർമിനൽ ഡിവൈസസ് ആണ്. ഇനി നമുക്ക് പറയുന്ന 3 ടെർമിനൽ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസിസ്റ്റേഴ്സ് നേരിട്ട് പറയുന്നില്ലെങ്കിലും നമ്മൾ പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2018 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫെറ്റ് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇനി കാണും, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. UJT നമ്മൾ സിലബസിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് പഠിക്കണം. അതുപോലെ ഈ 4 ടെർമിനൽ ഡിവൈസസ് എന്താന്ന് മാത്രം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകും, പക്ഷെ അതൊന്നും നമുക്ക് ഡയറക്റ്റ് സിലബസിലില്ല. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ്.
സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണിക്സിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇലക്ട്രോണിക്സിന്റെ പേപ്പേഴ്സ് നോക്കാം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എന്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഇലക്ട്രോണിക്സ് സിലബസിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് നമുക്ക് പ്രീവിയസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ ഒരു ധാരണ കിട്ടും. നമുക്ക് കഴിഞ്ഞ സീനിയർ എക്സാംസ് നമ്മൾ പല ആൾക്കാരും എഴുതി കാണും. അതുപോലെ തന്നെ ഇനി ആ ഒരു ടൈപ്പിൽ തന്നെയൊക്കെ ആയിരിക്കും നമുക്ക് അടുത്ത വർഷം ജൂനിയർ പേപ്പർ വരിക. അതുപോലെ 2018 തൊട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് പേപ്പേഴ്സിൽ ഇലക്ട്രോണിക്സ് മൊഡ്യൂളിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2018 വരെയുള്ള ക്വസ്റ്റ്യൻസ് എത്രത്തോളം 18ലൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പിന്നെ ശേഷം ഈ കോവിഡിന് ശേഷം കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ സാരമില്ല, നമുക്ക് ബേസ് തൊട്ട് ഇതിന്റെ സിലബസ് പറയുന്ന ഓരോ ടോപ്പിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് വരെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇത് കഴിഞ്ഞ സീനിയർ എക്സാം, അതായത് മിക്കവാറും എല്ലാവരും എഴുതി കാണും, 2025 ജൂണിൽ നടന്ന HSST ഫിസിക്സിന്റെ സീനിയർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് 15ാമത്തേത് ക്വസ്റ്റ്യൻ നമ്പർ ആട്ടോ. നിങ്ങൾക്ക് റെഫർ ചെയ്യാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ പാർട്ട് എ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ ആണ് ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ആൻസർ കീ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 15. In which region does a FET operate when used as voltage variable resistor? ഈ FET യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏത് റീജിയൺ ആണ് നമ്മൾ വോൾട്ടേജ് വാരിയബിൾ റെസിസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് കട്ട് ഓഫ് റീജിയൻ, ബ്രേക്ക് ഡൗൺ റീജിയൻ, സി സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ഡി ഓമിക് റീജിയൻ. ഫെറ്റ് ഏകദേശ ധാരണയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് കിട്ടും. എന്താണ് ഉത്തരം? ഓമിക് റീജിയൺ ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി എല്ലാ ഓപ്ഷൻസും എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, സാച്ചുറേഷൻ റീജിയൻ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് ചോദിക്കാം. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഓരോ റീജിയണും കറക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ആദ്യം നമുക്ക് പറയാം, ഓമിക് റീജിയൺ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് VVR ആയിട്ട് യൂസ് ചെയ്യുന്നത്? കാരണം അവിടെ എന്ത് ചെയ്യും, റെസിസ്റ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും, വേരി ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓമിക് റീജിയൺ എന്തിന് യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് വാരിയബിൾ റെസിസ്റ്ററിന്റെ റീജിയൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ റീജിയനും എന്താണെന്ന് നോക്കാം. കാരണം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്ത് പോകണം. ഓക്കെ, കട്ട് ഓഫ് റീജിയനിൽ എന്തായിരിക്കും, ഫെറ്റ് ഓഫ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, കറണ്ട് ഫ്ലോ ഇല്ല. കറണ്ട് ഫ്ലോ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്, ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, എക്സ്ട്രീംലി ഹൈ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വോൾട്ടേജ് വാരിയബിൾ റെസിസ്റ്ററിന്റെ ബിഹേവിയർ കാണിക്കാൻ പറ്റില്ല. ഇനി അടുത്ത റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഡൗൺ റീജിയൻ. ബ്രേക്ക് ഡൗൺ റീജിയൻ നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ്, അവിടെ എന്തോന്ന് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്, അതായത് ഒരു ഡിസ്ട്രക്റ്റീവ് റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു നോർമൽ സർക്യൂട്ട് ഫങ്ഷൻസ് ഒന്നും എന്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ബ്രേക്ക് ഡൗൺ റീജിയനിൽ പറ്റില്ല. കാരണം ഒരു ഹൈ വോൾട്ടേജ് ആണ്, വോൾട്ടേജ് എക്സീഡ് ദ ഡിവൈസ് ലിമിറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ഡാമേജ് സംഭവിക്കുന്നതുകൊണ്ട് നമുക്ക് നോർമൽ സർക്യൂട്ട് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബ്രേക്ക് ഡൗൺ റീജിയൻ യൂസ് ചെയ്യുന്നില്ല. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ റീജിയൻ ആണ്. സാച്ചുറേഷൻ റീജിയനിലെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അത് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിന് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊരു VVR ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻഫാക്ട് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ഇതൊരു കറണ്ട് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു കോൺസ്റ്റന്റ് കറണ്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ഒരു കറണ്ട് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഓമിക് റീജിയൻ നമ്മൾ പറഞ്ഞു, അതെന്താണ്, അവിടുത്തെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓമിക് റീജിയൻ നമുക്ക് എന്ത് വിളിക്കാം, ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ട്രയോഡ് റീജിയൻ എന്നൊക്കെ വിളിക്കുന്നതാണ് എന്ത്, ഓമിക് റീജിയൻ. അവിടെ നമുക്ക് ഡ്രെയിൻ സോഴ്സ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു VVR ആയിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് വാരിയബിൾ റെസിസ്റ്റൻസിന്റെ റീജിയൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഉത്തരം എന്താണ്, ഓമിക് റീജിയൻ. ഓക്കെ, ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 16. What is the role of depletion region in a PN junction solar cell?
സോളാർ സെല്ല് ഇത് നേരിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോളാർ സെല്ലിന്റെ PN ജംഗ്ഷൻ സോളാർ സെല്ലിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇറ്റ് സ്റ്റോർസ് എനർജി ഫ്രം സൺലൈറ്റ് ഫോർ ലേറ്റർ യൂസ്. ഇറ്റ് ക്രിയേറ്റ് ആൻ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് സെപ്പറേറ്റ് ഫോട്ടോ ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. ഓപ്ഷൻ സി, ഇറ്റ് ആക്ട് ആസ് എ റീജിയൻ ഓഫ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഓപ്ഷൻ ഡി, ഇറ്റ് ജനറേറ്റ് ഇലക്ട്രിക് കറണ്ട് ബൈ തെർമൽ എക്സൈറ്റേഷൻ. ഈ തെർമൽ എക്സൈറ്റേഷൻ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഈ ഓപ്ഷൻ കട്ട് ചെയ്തു. കാരണം എന്താണ്, ഒരു PN ജംഗ്ഷൻ സോളാർ സെല്ലിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോൺസ് അല്ലെങ്കിൽ ലൈറ്റ് പതിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഈ എനർജീനെ നമ്മൾ വൈദ്യുതോർജ്ജമാക്കിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആക്കിയിട്ട് ഇലക്ട്രിക് കറണ്ട് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഫോട്ടോൺസ് പതിക്കുന്ന. നമുക്ക് അറിയാം, നമുക്ക് ആലോചിച്ചറിയാം എന്താണ്, നമ്മൾ സോളാർ പാനൽസും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. തെർമൽ എക്സൈറ്റേഷൻ ഇതിൻ്റെ ഒരു പ്രൈമറി ഫംഗ്ഷനേ അല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഈ ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി ഓപ്ഷൻ എ നോക്കാം. ഇറ്റ് സ്റ്റോർസ് എനർജി ഫ്രം സൺലൈറ്റ് ഫോർ ലേറ്റർ യൂസ്. അത് ചോദിക്കുന്നത് എന്താണ്, റോൾ ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ആണ്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയനിലാണോ എനർജി സ്റ്റോർ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ ആ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. എവിടെ? നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡിവൈസസിലാണ്, ലൈക്ക് ബാറ്ററീസ് ഒക്കെ പോലെയുള്ളത്. PN ജംഗ്ഷൻ സോളാർ സെല്ലിന്റെ ഡിപ്ലീഷൻ റീജിയനിൽ എന്ത് ചെയ്യുന്നില്ല, എനർജി സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് സെപ്പറേറ്റ്സ് ഫോട്ടോ ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. അത് ശരിയല്ലേ? അത് നമ്മൾ സാധാരണ ഇനി സോളാർ സെല്ലൊന്നും അറിയില്ലെങ്കിൽ കൂടി PN ജംഗ്ഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫോട്ടോ ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു PN ജംഗ്ഷൻ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു P റീജിയൺ ആണ്, ഇതൊരു N റീജിയൺ ആണ്. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ടാവുന്നു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസും ഹോൾസും മൂവ് ചെയ്തിട്ട് ഇവിടെ എന്തുണ്ടാവുന്നു, ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഒരു ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് പറയാം, ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് സെപ്പറേറ്റ്സ് ഫോട്ടോ ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്, കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി, ഇറ്റ് ആക്ട് ആസ് എ റീജിയൻ ഓഫ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. അപ്പോൾ അതെന്താണ്, റീകോമ്പിനേഷൻ, റീജിയൻ ഓഫ് റീകോമ്പിനേഷൻ ആണോ? റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ഫ്രീ ചാർജ് കാരിയേഴ്സ് വേണം. ഇവിടെ എന്തുണ്ടോ, ഡിപ്ലീഷൻ റീജിയനിൽ ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. അത് എന്തായിപ്പോയി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്ത് പോയി. അവിടെ എന്തില്ല, ഫ്രീ ചാർജ് കാരിയേഴ്സ് ഇല്ല. അപ്പം ഇതൊരു റീജിയൻ ഓഫ് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്, ഓപ്ഷൻ സിയും തെറ്റാണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി. എന്താണ്, 16 ആൻസർ ബി ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് സെപ്പറേറ്റ്സ് ഫോട്ടോ ജനറേറ്റഡ് ഇലക്ട്രോൺ ഹോൾ പെയർസ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണ്ട ആൾക്കാർക്ക് വീഡിയോ പോസ് ചെയ്ത് ഇത് വായിക്കാവുന്നതാണ്. ഇത് 16th ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following statement is true for an inverting amplifier configuration of an op-amp? എന്താണ് ക്വസ്റ്റ്യൻ, ഒരു ഒപ്പാമ്പിന്റെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷനെ സംബന്ധിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ ഔട്ട്പുട്ട് ഈസ് 180 degree ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട്. നെക്സ്റ്റ് ഓപ്ഷൻ, ദ ഇൻപുട്ട് ഈസ് അപ്ലൈഡ് ടു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷനൊക്കെ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യാം. ഇൻപുട്ട് എവിടെയാണ് കൊടുക്കുക, ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിനല്ലേ. അപ്പോൾ ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഓപ്ഷൻ കട്ട് ചെയ്തു. ഇനി അടുത്തത്, ദ ഔട്ട്പുട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട്. അടുത്തത്, ദ ഗെയിൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഗെയിൻ എന്താണ്, നമ്മളൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ പറയുമ്പം എന്തായിരിക്കും, ഗെയിൻ AV ഈസ് ഈക്വൽ ടു -RF/RI. നമ്മൾ ഇതൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. HSCക്കൊക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഒരു ബേസിക് ധാരണ കാണുമായിരിക്കും. എന്നാലും നമ്മൾ SSC ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഗെയിൻ ഇസ് ഈക്വൽ ടു -RF/RI.
RF എന്താണ്? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണ്. RI എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്താണ് ഇത്? ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തല്ല? കറക്റ്റ് അല്ല, ഇത് നെഗറ്റീവ് ആവാം. നമുക്ക് ഇവിടെ എന്തുണ്ട്? ഓൾറെഡി ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പം ഗെയിൻ എന്തല്ല? ഓൾവേസ് പോസിറ്റീവ് അല്ല. അത് നമ്മൾ കട്ട് ചെയ്തു. ഇനി 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ബാക്കിയുള്ളത്. ഓൾറെഡി നമുക്കറിയാം 2 ഫേസ് തന്നു കഴിഞ്ഞാൽ, ഒന്ന് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസും ഒന്ന് ഇൻ ഫേസ് ആണെങ്കിൽ അതിലേതോ ഒന്ന് കറക്റ്റ് ആണ്. ഇവിടെ തന്നത് ഏതാണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് എന്താണ്? ഒരു ഇൻവേർട്ടഡ് ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് ആണ് എന്ത്? കറക്റ്റ് ആൻസർ. അപ്പോൾ 17ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question number 18. What will be the quality factor of a band pass filter with a lower cutoff frequency 1 kHz and an upper cutoff frequency 9 kHz? എന്താണ് തന്നിട്ടുള്ളത്? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് ഒരു ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്വാളിറ്റി ഫാക്ടർ ആണ്. ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ. എന്താണ് ക്വാളിറ്റി ഫാക്ടർ? Q is equal to SC ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്, അതായത് സെന്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. നമുക്കിവിടെ FC കണ്ടുപിടിക്കാം. എന്താണ് FC? ജിയോമെട്രിക് മീൻ എടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് FC എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെയും അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെയും ജിയോമെട്രിക് മീൻ എടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് FL ഇൻറ്റു FH, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. എങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻസ് എടുത്താൽ മതി. അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഹയർ മൈനസ് ലോവർ, FH മൈനസ് FL. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? FL എത്രയാണെന്ന്? ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി 1 kHz ആണ്, ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി 9 kHz ആണ്, ഡിവൈഡഡ് ബൈ FH മൈനസ് FL. അപ്പോൾ നമുക്ക് 9 kHz മൈനസ് 1 kHz എത്ര? 8 kHz. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 9/8, അതായത് 3/8 വരും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷനും കൂടെ നോക്കാം. നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. 0.375 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നമ്മൾ സിലബസ് പറയുമ്പോൾ പറഞ്ഞു അസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ നേരിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓപ്ഷൻ എ, അസ്റ്റേബിൾ റിക്വയേഴ്സ് എൻ എക്സ്റ്റേണൽ ട്രിഗർ, മോണോസ്റ്റേബിൾ ഡസ് നോട്ട്. ഓപ്ഷൻ ബി, മോണോസ്റ്റേബിൾ റിക്വയേഴ്സ് എൻ എക്സ്റ്റേണൽ ട്രിഗർ, അസ്റ്റേബിൾ ഡസ് നോട്ട്. Option C, astable generates a single pulse, monostable generates continuous wave. Option D, monostable is used for amplification, astable is not. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ആൻസർ കിട്ടണമെങ്കിൽ, ആൻസർ നിങ്ങൾക്ക് ഒരു മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. എന്താണ്? അസ്റ്റേബിളിന് എന്ത് വേണ്ട? ട്രിഗർ വേണ്ട. മോണോസ്റ്റേബിളിന് എന്ത് വേണം? ട്രിഗർ വേണം. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? മോണോസ്റ്റേബിൾ റിക്വയേഴ്സ് എൻ എക്സ്റ്റേണൽ ട്രിഗർ, അസ്റ്റേബിൾ ഡസ് നോട്ട്. ഓപ്ഷൻ ആൻസർ ബി ആയിരിക്കും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കണം. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് ഓസിലേറ്റിംഗ് സർക്യൂട്ട് ആണ്. സെൽഫ് ഓസിലേറ്റിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒറ്റയ്ക്ക് അങ്ങ് ഓസിലേറ്റ് ചെയ്തോളും. അപ്പോൾ അതിന് എന്ത് കൊടുക്കണ്ട? ഒരു എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ട്രിഗർ ഇത് എന്ത് ചെയ്യും? ജനറേറ്റ് കണ്ടിന്യൂസ് ട്രാൻസ്മിഷൻ ഓഫ് പൾസസ്. എങ്ങനത്തെ പൾസസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്? സ്ക്വയർ ഓർ റെക്ടാങ്കുലർ പൾസസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കൊടുക്കണ്ട? ഒരു എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പൾസസ്, സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ പൾസസ് ക്രിയേറ്റ് ചെയ്യുന്ന മൾട്ടി വൈബ്രേറ്റർ ആണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അതൊരു സെൽഫ് ഓസിലേറ്റിംഗ് സർക്യൂട്ട് ആണ്.
അതിനപ്പോൾ എന്തില്ല? നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഇല്ല. അപ്പോൾ അതെന്താ ചെയ്യുക? കണ്ടിന്യൂസ്ലി രണ്ട് ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ആര്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പഠിച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് പഠിക്കാം? മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പഠിക്കാം. അതിനെന്താണ്? നമ്മളൊരു എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കണം. മറ്റേന് കൊടുക്കണ്ടായിരുന്നു. മോണോസ്റ്റേബിളിന് എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കണം. അസ്റ്റേബിളിന് എന്തായിരുന്നു? നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? മോണോ, വൺ സ്റ്റേബിൾ ആൻഡ് വൺ ക്വാസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആണുള്ളത്. ഈ മോണോ എന്നുള്ള പേരും തന്നെ മനസ്സിലാവും, വൺ സ്റ്റേബിൾ ആണ്. ഇവിടെ അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിരുന്നില്ല. അപ്പോൾ അതിനെന്താ? നോ സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇവിടെ വൺ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. പേരും തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിലേറ്റ് ചെയ്ത് വെക്കണം. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് റീകളക്ട് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ പ്രീ ഡിറ്റർമിൻഡ് ടൈം ഇറ്റ് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ടു ഇറ്റ്സ് സ്റ്റേബിൾ സ്റ്റേറ്റ്സ്. ഒരു ചെറിയൊരു ഡിറ്റർമിൻ ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ അത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ച് വരും. ഓസിലേറ്റ് ചെയ്യും, തിരിച്ച് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. ഇതെന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു സിംഗിൾ ഔട്ട്പുട്ട് പൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് ഫോർ ഈച്ച് ട്രിഗർ പൾസ്. നമ്മൾ പറഞ്ഞു ഇതിനെന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഓരോ എക്സ്റ്റേണൽ ട്രിഗറിനും ഇതെങ്ങനെയാണ്? ഒരു സിംഗിൾ പൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്ത്? അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാൻ പറ്റും. എന്താണ്? മോണോസ്റ്റേബിൾ റിക്വയർസ് എക്സ്റ്റേണൽ ട്രിഗർ, അസ്റ്റേബിൾ ഡസ് നോട്ട്. മറ്റേതെന്താ? ഓപ്ഷൻ എ എന്താ പറയുന്നത് നോക്കിയേ? അസ്റ്റേബിൾ റിക്വയർസ് എൻ എക്സ്റ്റേണൽ ട്രിഗർ. അത് തെറ്റാണല്ലോ. അസ്റ്റേബിളിന് എന്ത് വേണ്ട? എക്സ്റ്റേണൽ ട്രിഗർ ആവശ്യമില്ല. അപ്പോൾ അതെന്തായി? തെറ്റാണ്. അടുത്ത എന്താണ്? സ്റ്റേബിൾ ജനറേറ്റർ സിംഗിൾ പൾസ്. പക്ഷെ നമ്മൾ പറഞ്ഞു എന്താണ്? അസ്റ്റേബിൾ ജനറേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് പൾസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി തെറ്റാണ്. അടുത്ത ഓപ്ഷൻ മോണോസ്റ്റേബിൾ ഇസ് യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ. അത് നമ്മൾ പറഞ്ഞതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലേ? മോണോസ്റ്റേബിളും അസ്റ്റേബിളും എന്തിനു വേണ്ടി അല്ല യൂസ് ചെയ്യുന്നത്? ആംപ്ലിഫിക്കേഷന് വേണ്ടി അല്ല യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? പൾസ് ജനറേഷനും ടൈമിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വേവ് ഫോം ജനറേഷനും ടൈമിങ്ങിനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോണോസ്റ്റേബിളും അസ്റ്റേബിളും മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ മൾട്ടി വൈബ്രേറ്റർ എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? ഓസിലേറ്റർ ആണ്. അത് എന്തിനു യൂസ് ചെയ്യുന്നു? ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് വേവ് ഫോംസ് അല്ലെങ്കിൽ പൾസ് ജനറേഷനും ടൈമിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? മോണോസ്റ്റേബിൾ ആൻഡ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ആംപ്ലിഫിക്കേഷൻ അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ല. ഓക്കെ, അത് വേണ്ട ആൾക്കാർക്ക് നമ്മളിവിടെ നോട്ട് ഇതിൽ തന്നെ സ്ലൈഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോസ് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെയും മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെയും ഡിഫറൻസ്. അത് കഴിഞ്ഞിട്ട് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാനാണ്. ടൈമിങ്ങിനും പൾസ് ഷേപ്പിങ്ങിനും വേണ്ടിയാണ്. എന്തിനു വേണ്ടിയല്ല? ആംപ്ലിഫിക്കേഷൻ അല്ല അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർക്ക് പോസ് ചെയ്യാം, നോട്ട്സ് ഒക്കെ എഴുതി വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു റിക്കവർ ദ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ ഫ്രം ആൻ AM ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൽ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ, ഓപ്ഷൻ ബി ഓസിലേറ്റർ, സി എൻവലപ്പ് ഡിറ്റക്ടർ, ഡി മിക്സർ. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ കിട്ടുന്നൊരു സാധനമാണ്. എന്താ ചെയ്യുന്നത്? നമ്മൾ ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ എൻവലപ്പ് ഡിറ്റക്ടർ ആണ് എന്ത്? ആൻസർ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്യണം. ഓക്കെ, എന്താണ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ? എന്താ ചെയ്യുന്നത്? ഫ്രീക്വൻസീനെ ഇൻറ്റിജർ നമ്പർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നു. അതായത് നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, അതിനെ നമുക്ക് ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് ഫ്രീക്വൻസി ആക്കിയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. അങ്ങനെ ആക്കുന്ന സർക്യൂട്ടാണ് എന്ത്? ഫ്രീക്വൻസി മൾട്ടിപ്ലയർ. ഓക്കെ, ഇനി ഓസിലേറ്റർ എന്താണ്? ഓസിലേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ്? വേവ് ഫോംസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓസിലേറ്റേഴ്സ്. അത് റിപ്പിറ്റേറ്റീവ് ഇലക്ട്രോണിക് സിഗ്നൽസ് ലൈക്ക് സൈൻ വേവ് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഒക്കെ പോലത്തെ വേവ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. എൻവലപ്പ് ഡിറ്റക്ടർ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? AM സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. AM സിഗ്നൽസ് ഇതിൽ എന്താ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ എന്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഏതാണോ അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ
കാരിയർ കോമ്പോണൻറ്റിനകത്ത് നിന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. ഇനി മിക്സർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രീക്വൻസി ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ളൊരു മോഡുലേറ്റർ സർക്യൂട്ടാണ് എന്ത്? മിക്സർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻസും എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടവർക്ക് നോട്ട്സ് എഴുതി എടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statement is or are correct about FM transmitters? FM ട്രാൻസ്മിറ്റേഴ്സിനെ സംബന്ധിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, FM transmitters vary the amplitude of the carrier signal in the proportion to the input signal. എന്താ പറയുന്നത്? FM ട്രാൻസ്മിറ്റേഴ്സ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് വാരി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. FM എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി മോഡുലേഷൻ, അതായത് വാരി ചെയ്യുന്നത് ഫ്രീക്വൻസി ആണ്. ഇവിടെ തന്നിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അപ്പൊ തന്നെ ആ ഓപ്ഷൻ തെറ്റാണ്, കട്ട് ചെയ്തു. അടുത്തത്, FM ട്രാൻസ്മിറ്റേഴ്സ് വാരി ദ ഫ്രീക്വൻസി ഓഫ് കാരിയർ സിഗ്നൽ ബേസ്ഡ് ഓൺ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. FM ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി ആണ് വാരി ചെയ്യുന്നത്. ശരിയല്ലേ? ഫ്രീക്വൻസി മോഡുലേഷനിൽ വാരി ചെയ്യുന്നത് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. FM transmitters produce signals that are more susceptible to noise than AM transmitters. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കിട്ടുന്ന റേഡിയോസിലൊക്കെ നമുക്ക് കിട്ടുന്ന എന്താണ്? FMs അല്ലേ അവൈലബിൾ ആവുന്നത്? നമ്മൾ റേഡിയോ മാംഗോ എന്നൊക്കെ പറയുന്ന പോലെ എന്താണത്? FM ആണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവർ FM യൂസ് ചെയ്യുന്നത്? അതിൽ ലെസ് സസെപ്റ്റബിൾ ടു നോയ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? FMs യൂസ് ചെയ്യുന്നത്. അപ്പോൾ FM ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് എന്തായിരിക്കും? ലെസ് സസെപ്റ്റബിൾ ടു നോയ്സ് ആയിരിക്കും. അപ്പോൾ ഇതെന്താണ്? മോർ ആണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ 2 മാത്രമുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ A ആണ് കറക്റ്റ്. അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. The pinch off voltage of a JFET depends on. JFET എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്? ജംഗ്ഷൻ ഫെറ്റ് ആണ്, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അതിൻ്റെ പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് സീനിയർ SR4ST കാറ്റഗറിയിൽ 2024 നടത്തിയ എക്സാം ആണ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2025 നടത്തിയ സീനിയർ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ 2024 നടത്തിയ നോൺ വൊക്കേഷണൽ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ദ ഡോപ്പിംഗ് ഡെൻസിറ്റി ഓഫ് നെഗറ്റീവ് അയോൺസ് അലോൺ, അടുത്തത് പോസിറ്റീവ് അയോൺസ് അലോൺ, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഓപ്ഷൻ ഡി, ദ ഡോപ്പിംഗ് ഡെൻസിറ്റി ആൻഡ് ജിയോമെട്രി ഓഫ് ദ ഡിവൈസ്. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. പിഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രത്തോളം ഡിപ്ലീഷൻ റീജിയന്റെ എക്സ്റ്റെൻഡ് ഉണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഡിപ്ലീഷൻ റീജിയന്റെ എക്സ്റ്റെൻഡ് എത്രത്തോളം പോയിട്ടുണ്ടെന്ന്. എന്ത് വെച്ച് നമുക്ക് പറയാം? നെഗറ്റീവ് അയോൺസിനെ വെച്ച് പറയാം. പക്ഷെ ഇവിടെ അലോൺ ആണ് പറഞ്ഞിട്ടുള്ളത്, പോസിറ്റീവ് അയോൺസ് അലോൺ ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് രണ്ടും കൂടെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതെന്താണ്? കറക്റ്റ് ആണ്. പക്ഷേ എന്തും കൂടെ വരുന്നുണ്ട്? ഡിവൈസിന്റെ ജിയോമെട്രി, അതായത് അതിന്റെ വിഡ്ത്ത്, ലെങ്ത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ത്? പിഞ്ച് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് ജിയോമെട്രി ഓഫ് ദ ഡിവൈസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ദ ഡോപ്പിംഗ് ഡെൻസിറ്റി ആൻഡ് ദ ജിയോമെട്രി ഓഫ് ദ ഡിവൈസ് ആണ് കറക്റ്റ് ആൻസർ. ഇത് വേണ്ട ആൾക്കാർക്ക്, ഡിസ്ക്രിപ്ഷൻ വേണ്ട ആൾക്കാർക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ഇൻ എ പൾസ് കോഡ് മോഡുലേഷൻ, നമ്മൾ PCM എന്ന് പറയുന്ന പൾസ് കോഡ് മോഡുലേഷൻ, ദ ക്വാണ്ടൈസേഷൻ എറർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണെന്ന് നോക്കാം. ക്വാണ്ടൈസേഷൻ എറർ എന്തിന്റെ ഫംഗ്ഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ദ ഇൻപുട്ട് ഫ്രീക്വൻസി ആൻഡ് കറണ്ട്, ദ ഇൻപുട്ട് വോൾട്ടേജ്, അടുത്തത് ദ ഇൻപുട്ട് സിഗ്നൽ പവർ, അടുത്തത് ദ ഇൻപുട്ട് സിഗ്നൽ ഫേസ് ആംഗിൾ. എന്തിന്റെ ഫംഗ്ഷൻ ആണ് ക്വാണ്ടൈസേഷൻ എറർ? പൾസ് കോഡ് മോഡുലേഷനിലെ ക്വാണ്ടൈസേഷൻ എറർ എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വോൾട്ടേജിന് ചേഞ്ച് വന്നു. അതായത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? ഇത് എറർ ക്വാണ്ടൈസ്ഡ് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ എറർ ഇസ് ഈക്വൽ ടു x of t minus x q of t.
അതായത് ക്വാണ്ടൈസ്ഡ് വോൾട്ടേജ് നമ്മൾ എന്തിൽ നിന്ന് കുറച്ചു? ഇൻപുട്ട് വോൾട്ടേജ് കുറച്ചു. അതായത് കൊടുത്ത വോൾട്ടേജ് മൈനസ് ക്വാണ്ടൈസ്ഡ് വോൾട്ടേജ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്വാണ്ടൈസേഷൻ എറർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇൻപുട്ട് ഫ്രീക്വൻസി ആൻഡ് കറണ്ടിന് എന്ത് പറയുന്നില്ല? ഡെഫിനിഷൻ നേരിട്ട് തരുന്നില്ല. അപ്പം അതെന്താണ്? തെറ്റാണ്. ഇനി ഇൻപുട്ട് സിഗ്നൽ പവർ എന്നില്ല, ഡയറക്റ്റ് നമുക്ക് പറയുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇൻപുട്ട് സിഗ്നൽ ഫേസ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് എന്താണ്? തെറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് വോൾട്ടേജിനെയാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്വാണ്ടൈസേഷൻ എറർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് വോൾട്ടേജിനെയാണ് ക്വാണ്ടൈസേഷൻ എറർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. The value of the input voltage at which the switch will occur in a Schmitt trigger is determined by which element of the circuit? എന്താണ് ക്വസ്റ്റ്യൻ? ഇൻപുട്ട് വോൾട്ടേജിന്റെ വാല്യൂ at which the switch will occur in a Schmitt trigger is determined by which element of the circuit? ഷ്മിത്ത് ട്രിഗറിലുള്ള ഇൻപുട്ട് വോൾട്ടേജിന്റെ വാല്യൂ സർക്യൂട്ടിലെ ഏത് എലമെന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഗ്രൗണ്ട് റെസിസ്റ്റർ. ഓക്കെ, ഓൾറെഡി ഇവിടെ ആൻസർ ഉണ്ട്, ആരും ഓപ്ഷൻ നോക്കണ്ട. ഓപ്ഷൻ എ, ദ വാല്യൂ ഓഫ് ഗ്രൗണ്ട് റെസിസ്റ്റർ ആൻഡ് ഇൻപുട്ട് റെസിസ്റ്റർ. ഓപ്ഷൻ ബി, ദ വാല്യൂ ഓഫ് ഇൻപുട്ട് റെസിസ്റ്റർ. ഓപ്ഷൻ സി, ദ വാല്യൂ ഓഫ് ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക് റെസിസ്റ്റേഴ്സ്. ഓപ്ഷൻ ഡി, ദ വാല്യൂ ഓഫ് ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഇത് എന്തായിരിക്കും ആൻസർ വരിക? ഷ്മിത്ത് ട്രിഗറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്തിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജിനെയും ഫീഡ്ബാക്ക് റെസിസ്റ്റേഴ്സിനെയും രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്? ഇതിൽ ഫീഡ്ബാക്ക് റെസിസ്റ്റർ മാത്രമേ തരുന്നുള്ളൂ, ഒരെണ്ണത്തിൽ ഇൻപുട്ട് റെസിസ്റ്റർ മാത്രമേ തരുന്നുള്ളൂ. അതൊക്കെ എന്താണ്? നമുക്ക് രണ്ടും കൂടെയുള്ള ഓപ്ഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ? ഇൻപുട്ട് ആൻഡ് ഫീഡ്ബാക്ക് റെസിസ്റ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫോർ ആൻ ഒപ്പ് ആംപ് ദ ഡിഫറൻഷ്യൽ ഗെയിൻ തന്നിട്ടുണ്ട്. 100 ആണ് എന്ത്? ഡിഫറൻഷ്യൽ ഗെയിൻ. ഞാൻ ഇവിടെ എഴുതാം. ഡിഫറൻഷ്യൽ ഗെയിൻ AD is equal to 100. ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ തന്നിട്ടുണ്ട്. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ നമ്മൾ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിനിന് ACM എന്ന് എഴുതുന്നു. അത് എത്രയാണ്? -1 ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അഥവാ CMRRന്റെ വാല്യൂ ഇൻ ഡെസിബൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് CMRRന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. എന്താണ്? CMRR is equal to AD by ACM. AD by ACM. 100 divided by ACM എത്രയാണ്? -1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -100 എന്ന് കിട്ടും. CMRR നമുക്ക് -100 എന്ന് കിട്ടി. ഇനി CMRRന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡെസിബലിലുള്ള വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. CMRR കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഡെസിബലിലേക്ക് മാറ്റും? നേരിട്ട് ഇക്വേഷൻ ആണ്. CMRR in decibel is equal to 20 log mod CMRR. ലോഗ് ബേസ് 10 ആണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുക? അടുത്ത പേജ് ചെയ്യാം. 20 CMRR in decibel 20 log mod CMRR 20 ലോഗ് എത്രയാണ്? CMRRന്റെ വാല്യൂ കിട്ടിയത് -100 ആണ്. അപ്പോൾ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായി? 100 ആയി. ലോഗ് 100 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 10 സ്ക്വയർ എന്ന് എഴുതാം. അപ്പം നമുക്ക് 10 സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ 20 ഇൻറ്റു ലോഗ് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ലോഗ് 10 ആണ്. 2 ലോഗ് 10. എല്ലാവർക്കും ലോഗിൻ്റെ കൺവേർഷൻസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. 20 ഇൻറ്റു 2 ലോഗ് 10. ലോഗ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ 20 ഇൻറ്റു 2 എത്ര കിട്ടും? 20 ഇൻറ്റു 2 40 ഡെസിബൽസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ CMRR നമുക്ക് ഓപ്ഷനിൽ ഉണ്ടോ നോക്കാം. 40 ഡെസിബൽസ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The internal quantum efficiency analysis of a solar cell can be used to find out. Internal quantum efficiency of analysis of solar cell എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ദ ഡിഫ്യൂഷൻ ലെങ്ത്, മൈനോറിറ്റി കാരിയർ ലൈഫ് ടൈം, സർഫേസ് റീകോമ്പിനേഷൻ റേറ്റ്. അതെന്താണ്? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് ഡിഫ്യൂഷൻ ലെങ്ത് അടുത്ത ഓപ്ഷൻ കൂടെ നോക്കാം. സർഫേസ് റീകോമ്പിനേഷൻ വെലോസിറ്റി എന്തില്ല, കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. മജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയർ ലൈഫ് ടൈം, ഇതിൽ മജോറിറ്റി വരാത്തതുകൊണ്ട് എന്തായി, ഇത് കട്ട് ചെയ്യാം നമുക്ക്. സർഫസ് റീകോമ്പിനേഷൻ റേറ്റ് ആൻഡ് മജോറിറ്റി കാരിയർ, മജോറിറ്റി വരില്ല, അപ്പോൾ അത് കട്ട് ചെയ്തു. അപ്പോൾ എന്താണ്? ഡിഫ്യൂഷൻ ലെങ്ത്, മൈനോറിറ്റി കാരിയർ ലൈഫ് ടൈം ആൻഡ് സർഫസ് റീകോമ്പിനേഷൻ റേറ്റ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്തതിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 29. ഓക്കെ, ഇത് വേറൊരു സെറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞത് 2024 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിനി അടുത്ത 2023 നടത്തിയിട്ടുള്ള നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് ജൂനിയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ പാർട്ട് എയിലെ 29ാമത്തെ ചോദ്യമാണ്. കൺസിഡർ എ ജെഫെറ്റ് വിത്ത് ഷോർട്ടഡ് ഗേറ്റ് ഡ്രെയിൻ കറണ്ട് IDSS എത്രയാണ്? 10 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. നമുക്കിവിടെ എഴുതാം. IDSS തന്നിട്ടുണ്ട് 10 മില്ലി ആംപിയർ. ഇറ്റ് ഹാസ് എ ഡ്രെയിൻ കറണ്ട് ID തന്നിട്ടുണ്ട് 4.9 മില്ലി ആംപിയർ. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് തന്നിട്ടുണ്ട് VGS is equal to -1.8 വോൾട്ട്. മിനിമം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഡ്രെയിൻ കറണ്ട് ബിക്കം കോൺസ്റ്റന്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിമം ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് ആണ്. എപ്പം ഡ്രെയിൻ കറണ്ട് കോൺസ്റ്റന്റ് ആവുന്ന സമയത്തുള്ള IDSന്റെ മിനിമം വാല്യൂ ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ജെഫെറ്റിന്റെ ഷോക്ലീസ് ഇക്വേഷൻ. എന്താണ് ഷോക്ലീസ് ഇക്വേഷൻ? ഷോക്ലീസ് ഇക്വേഷൻ ഫോർ ജെഫെറ്റ്, ID is equal to IDSS into 1 minus VGS by VP whole square. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? പിഞ്ച് ഓഫ് വോൾട്ടേജ് VP കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അകത്തുനിന്ന് VDSന്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ആദ്യം ഇത് എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ID ഡിവൈഡഡ് ബൈ IDSS, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോൾ റൂട്ട് എടുക്കുന്നു. ഈസ് ഈക്വൽ ടു 1 മൈനസ് VGS ബൈ VP. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണം? നമുക്ക് വേണ്ടത് VPന്റെ ടേംസിലുള്ള ഇക്വേഷനാണ്. 1 മൈനസ് VGS ബൈ VP എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ VGS ഡിവൈഡഡ് ബൈ VP ഈസ് ഈക്വൽ ടു 1 മൈനസ് റൂട്ട് ഓഫ് ID ബൈ IDSS എന്ന് കിട്ടും. ഇതിൽ നിന്ന് VPനെ ഇവിടെ വെച്ചിട്ട് VPനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ടേമിനെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? VP ഈസ് ഈക്വൽ ടു എന്താണ്? VGS ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് ID ഡിവൈഡഡ് ബൈ IDSS. ഇനി നമുക്ക് എല്ലാ സംഭവങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VGS എത്രയാണ്? -1.8 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് ID എത്രയാണ് തന്നിട്ടുള്ളത്? 4.9 ഡിവൈഡഡ് ബൈ IDSS 10 മില്ലി ആംപിയർ. 2 മില്ലി ആംപിയർ ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ -1.8 ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് 4.9 ബൈ 10 എന്ന് പറയുമ്പോൾ റൂട്ട് 0.49 മൈനസ് 1.8 ഡിവൈഡഡ് ബൈ 0.49 എന്ന് പറയുമ്പം എത്ര വരും? റൂട്ട് എടുക്കുമ്പം 0.7 വരും. മൈനസ് 1.8 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.7 എന്ന് പറയുമ്പോൾ 0.3 വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.3
0.3 നമുക്ക് ഇന്നിങ്ങനെ എഴുതാൻ വേണ്ടി 18/3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. -6 വോൾട്ടാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? VP ഈസ് ഈക്വൽ ടു -6 വോൾട്ട് എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എടുക്കുകയാണെങ്കിൽ സാച്ചുറേഷൻ റീജിയനിലെ VDS സാച്ചുറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു VGS മൈനസ് VP ആയിരിക്കും. ഇതെന്താണ്? VDSലെ സാച്ചുറേഷൻ റീജിയനിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഓഫ് VDSന് ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? VGS മൈനസ് VP എന്ന് എഴുതാം. ഇത് 0 ആണ്. VGS മൈനസ് VP എത്ര കിട്ടിയിട്ടുണ്ട്? -6 വോൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ -6 വോൾട്ട് നമുക്ക് എന്ത് കിട്ടി? 6 വോൾട്ട് എന്ന് കിട്ടി. VDS VDSന്റെ ആൻസർ എത്രയാണ് കിട്ടിയത്? 6 വോൾട്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്, 6 വോൾട്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 30. The input resistance and feedback resistance of an inverting operational amplifier is 1 kilo ohm and 10 kilo ohm respectively. The open loop gain is -114 decibel. The unity gain bandwidth is 2 megahertz and then the closed loop bandwidth is. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് 2 മെഗാഹേർട്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ FT ഈസ് ഈക്വൽ ടു എന്തെടുത്തു? 2 മെഗാഹേർട്സ് നമ്മൾ എഴുതി. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ക്ലോസ്ഡ് ലൂപ്പ് ബാൻഡ്വിഡ്ത്ത്. നമ്മളിങ്ങനെ എഴുതി. അപ്പോൾ ഇതെന്താണ്? യൂണിറ്റി ബാൻഡ്വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആണ്. അപ്പോൾ എന്താണ്? 2 മെഗാഹേർട്സ്. അത് നമുക്ക് മെഗാ ആയതുകൊണ്ട് 10⁻⁴ എത്രയാണ്? 6 അല്ലേ വരിക? 6 ഹേർട്സ് ആണ്. ഡിവൈഡഡ് ബൈ ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഗെയിന് കണ്ടുപിടിക്കണം. ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഗെയിന് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്, ഇൻപുട്ട് റെസിസ്റ്റൻസും എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതെന്താണ്? ACL ഇസ് ഈക്വൽ ടു -RF/RI ആണ്, നമുക്കറിയാം. അപ്പം നമ്മളിത് കണ്ടുപിടിക്കുന്നു. -RF എത്രയാണ്? ഫീഡ്ബാക്ക് -10/RI 1 ആണ്. 2 കിലോ ഓം ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് എഴുതണ്ട. -10. ഈ കിട്ടിയ -10 ഇതിനെ മോഡ് എടുക്കണം. ഇവിടെ എന്താണ്? മോഡ് A ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പം 10 വരും. അപ്പോൾ ഇതെന്ത് കിട്ടി? 2 × 10⁵ ഹേർട്സ് ആണ് കിട്ടുന്നത്. ഇത് കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യാം. 2 × 10⁵. ഇവിടെ 200 കിലോ ഹേർട്സ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. 200 × 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി? 200 കിലോ ഹേർട്സ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ ആൻസർ വരുന്നത്. ഓപ്ഷൻ A ആണ്, 200 കിലോ ഹേർട്സ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ A ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് RF/RI ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ കണ്ടുപിടിച്ചു. അതിൻ്റെ മോഡ് എടുത്തു. എന്നിട്ട് ബാൻഡ്വിഡ്ത്ത്, ക്ലോസ്ഡ് ലൂപ്പ് ബാൻഡ്വിഡ്ത്ത് ഇസ് ഈക്വൽ ടു യൂണിറ്റി ഗെയിൻ ബാൻഡ്വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനിൻ്റെ മോഡുലസ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ ആണ്. ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്ലാസ് കണ്ടതിന് ശേഷം ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നും. ഇപ്പം ഇങ്ങനെ പുതിയ പുതിയ ഫോർമുലാസ് കാണുമ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. The inverting operational amplifier is used to differentiate a given signal. The values of input capacitance C and feedback resistance RF to get a faithful differentiation for a signal of 10 kilohertz. അപ്പോൾ നമുക്കിവിടെ ഒരു ഫെയ്ത്ത്ഫുൾ ഡിഫറൻസിയേഷൻ ആണുള്ളത്. ഇതിൻ്റെ ഫെയ്ത്ത്ഫുൾ ഡിഫറൻസിയേഷന് ഇക്വേഷൻ നമുക്കറിയാം. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഇതിൻ്റെ RF ഇൻറ്റു C വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വാല്യൂ ആയിരിക്കും എന്ത് വരിക? നമുക്ക് ആൻസറിൽ വരിക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് കപ്പാസിറ്റൻസിൻ്റെയും RFൻ്റെയും വാല്യൂസ് ആണ്. അതായത് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളതിൻ്റെ RF ഇൻറ്റു C വാല്യൂ കണ്ടുപിടിച്ചാൽ അതിനെക്കാട്ടും
കൂടിയ വാല്യൂ ആയിരിക്കണം നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്ഷൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, RF/C കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ഇതിനെക്കാട്ടും കൂടിയത് ഏതാണെന്ന് വെച്ചാൽ അതായിരിക്കും എന്ത് വരിക, ആൻസർ വരിക. നമുക്ക് ചെയ്തു നോക്കാം. ഇതിൻ്റെ ഫെയ്ത്ത്ഫുൾ ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻ എന്താണ്? വി ഔട്ട് ഈസ് ഈക്വൽ ടു RFC ഇൻറ്റു DV in by DT. നമുക്ക് പക്ഷെ ഇവിടെ ക്വസ്റ്റനിൽ എന്താണ് തന്നിട്ടുള്ളത്, ഫ്രീക്വൻസി വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് RFCൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്നിട്ട് ഓരോ ഓപ്ഷൻസിലെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ എത്രയാണെന്ന് നോക്കാം. RFCൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? RFC ഈസ് ഈക്വൽ ടു 1/2π f ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വാല്യൂ 1/2π ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ് തന്നിട്ടുള്ളത്? 10 kHz ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2π ഇൻറ്റു 10 ഇൻറ്റു kHz എന്ന് പറയുമ്പോൾ 10⁻3. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 1/2π ഇൻറ്റു 10⁻4 എന്ന് വരും. ഇത് ചെയ്താൽ 2 × 3.14 ഏകദേശം എത്ര വരും? 6 പോയിൻറ്റ് സംതിങ് വരും. 1/6 പോയിൻറ്റ് സംതിങ് അല്ലെ, ഇത് നമ്മൾ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 10⁻4 നമുക്ക് എന്ത് ചെയ്യാം, 10⁻⁻4 എന്ന് എഴുതാം. -4 നമ്മളിവിടെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ താഴെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും, -5. 10/2π ഇത് ഏകദേശം ഒരു 6ൻ്റെ അറൗണ്ടുള്ള വാല്യൂ വരും. 5 പോയിൻറ്റ് സംതിങ് വരും. ഇൻറ്റു 10⁻⁻5 ആണ് നമ്മളുടെ RFCൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ എ ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ എന്താണ്? RFC എന്ന് പറയുമ്പോൾ 0.047 ഇൻറ്റു 10⁻⁻ മൈക്രോ ഉള്ളതുകൊണ്ട് -6 വരും. ഇൻറ്റു RF എത്രയാണ്? 10⁻3 വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.047 ഇൻറ്റു 10⁻⁻3 എന്ന് വരും. നമുക്ക് ഇവിടെ 2 പൊസിഷൻ ഇങ്ങോട്ട് നീക്കേണ്ടതുകൊണ്ട് 4.7 ഇൻറ്റു 10⁻, 2 പൊസിഷൻ ഇങ്ങോട്ട് നീക്കുമ്പോൾ -5 എന്ന് വരും. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ മുകളിലുള്ളൊരു വാല്യൂ ആണത്. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യണം. ഓപ്ഷൻ ബി 0.47 മൈക്രോ 10⁻⁻6 മൾട്ടിപ്ലൈഡ് ബൈ 10 കിലോ എന്ന് പറയുമ്പോൾ 10⁻3. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 4.7 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വന്നു? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4.7 വന്നു. ബാക്കി ഇത് രണ്ടും ചെയ്യുന്നതിന് 10⁻⁻3 വന്നു. ഓപ്ഷൻ സി ചെക്ക് ചെയ്യുമ്പോൾ 0.47 ഇൻറ്റു 10⁻⁻6 മൾട്ടിപ്ലൈഡ് ബൈ 22 ഇൻറ്റു 10⁻3. ഇത് ചെയ്യുന്നതിന് നമുക്ക് എത്ര കിട്ടും? 4. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഇരട്ടി വാല്യൂ വരും. എത്ര വരും? 8 പോയിൻറ്റ് സംതിങ് ഇൻറ്റു 10⁻⁻3 വരും. ഡി ചെയ്യുമ്പോൾ 1 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 10 ഇൻറ്റു 10⁻3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10⁻3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 10⁻2. അപ്പോൾ ഓരോന്നും ഓരോ റേഞ്ചിലാണ് വരുന്നത്. ഇത് 10⁻2 ആണ്, ഇത് 10⁻2 ആണ്, ഇത് 10⁻3 ആണ്, ഇത് -3 ആണ്, ഇത് -5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ ആൻസർ 5 ഇൻറ്റു 10⁻⁻5 ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മളുടെ ആൻസർ. പക്ഷേ ഇതിലെല്ലാം എന്താണ്? നമ്മളുടെ വാല്യൂവിന് മുകളിലാണ്. പക്ഷേ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 4.7 ഇൻറ്റു 10⁻⁻5 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ 5 ഇൻറ്റു 10⁻⁻5 തൊട്ട് മുകളിൽ നിൽക്കുന്ന ആൻസർ എന്ന് പറയുമ്പം എത്ര കിട്ടി? ഓപ്ഷൻ എ ആണ്. 4.7 ഇൻറ്റു 10⁻⁻5 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 32. എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ ഹാസ് എ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് 2. If the gain at 1 kHz is 1.41, what will be the gain at 10 kHz? നമുക്ക് തന്നിട്ടുള്ളത് ഇത്ര ഫ്രീക്വൻസി ഈസ് 1 kHz ആവുന്ന സമയത്തുള്ള ഗെയിൻ എന്ന് പറയുന്നത് 1.41 ആണെങ്കിൽ ഫ്രീക്വൻസി 10 kHz ആവുന്ന സമയത്തുള്ള
ഇത് 1 കിലോ ഹേർട്സ് ആണ്. 1 കിലോ ഹേർട്സ് ആകുമ്പോൾ 1.41. 10 കിലോ ഹേർട്സ് ആവുന്ന സമയത്തുള്ള അതിൻ്റെ ഗെയിൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പക്ഷേ തന്നിട്ടുണ്ട് എന്ത്, പാസ് ബാൻഡ് ഗെയിൻ തന്നിട്ടുണ്ട്. ഓക്കെ, പാസ് ബാൻഡ് ഗെയിൻ എത്രയാണ് തന്നിട്ടുള്ളത്? A0 is equal to 2 ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതാം. AF is equal to A0 divided by root of 1 plus F by FC whole square. അപ്പോൾ A0 തന്നിട്ടുണ്ട്, എത്രയാണ്? 2 ആണ്. 2 പാസ് ബാൻഡ് ഗെയിൻ. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ബൈ എഫ് സി എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് എത്രയാണ് തന്നിട്ടുള്ളത്? 1 കിലോ ഹേർട്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് 1 കിലോ ഹേർട്സ് ഡിവൈഡഡ് ബൈ എഫ് സി നമുക്ക് അറിയില്ല. എഫ് സി ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ആ എഫ് സി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിൻ കണ്ടുപിടിക്കും. ഇപ്പോഴത്തെ നമ്മളുടെ ഗെയിൻ എത്രയാണ് തന്നിട്ടുണ്ട്? 1.41 ആണെന്ന് തന്നിട്ടുണ്ട്. 1.41 is equal to 2 ഡിവൈഡ് ബൈ ഇങ്ങനെ വരും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.41 സ്ക്വയർ ചെയ്താൽ ഏകദേശം എത്ര കിട്ടും? 2 സംതിങ് കിട്ടും. അപ്പോൾ 2 ഇവിടെ നമ്മൾ ഇവിടെ ചെയ്യുന്നു. 2 സംതിങ് ഈസ് ഈക്വൽ ടു 2 ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് 4 ഡിവൈഡഡ് ബൈ ഇതിനെ സ്ക്വയർ ചെയ്താൽ 1 പ്ലസ് 1 ബൈ എഫ് സി ഹോൾ സ്ക്വയർ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 1 ബൈ എഫ് സി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 ബൈ 2 സംതിങ് വരും. 2 സംതിങ് വരും. അപ്പോൾ നമുക്കിത് ഏകദേശം നമുക്ക് 2ൻ്റെ അടുത്തുള്ളൊരു വാല്യൂ ആണ് വരിക. നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 1 ബൈ എഫ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സംതിങ് വരും അല്ലേ? 2 സംതിങ് വരും. അപ്പോൾ നമുക്ക് 1 ബൈ എഫ് സി സ്ക്വയർ എന്ന് പറയുന്നത് ഏകദേശം ഇത് 1 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 കിട്ടും. 1 ബൈ എഫ് സി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ എഫ് സി ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ എഫ് സി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തന്നിട്ടുള്ള ഫ്രീക്വൻസി കിലോ ഹേർട്സിലായതുകൊണ്ട് എഫ് സിൻ്റെ യൂണിറ്റും എന്തായിരുന്നു? ഇത് ഡിവൈഡ് ബൈ ഇതാണല്ലോ. അപ്പോൾ നമുക്ക് എന്താണ്, എഫ് സിൻ്റെ യൂണിറ്റും കിലോ ഹേർട്സ് തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് സി യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്തതിൻ്റെ ഗെയിന് കണ്ടുപിടിക്കാൻ പറ്റും. AF same equation, AF is equal to A0 divided by root of 1 plus F by FC whole square. ഇവിടെ നമുക്ക് A0 അറിയാം, 2 divided by root of 1 plus F എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് 10 കിലോ ഹേർട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗെയിൻ ആണ് വേണ്ടത്. അപ്പോൾ 10 കിലോ ഹേർട്സ് ഡിവൈഡ് ബൈ എഫ് സി നമുക്ക് കിട്ടിയത് 1 കിലോ ഹേർട്സ് ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 1 whole square that's equal to 2 divided by root of 1 plus 10 square എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 100 plus 1 1 പക്ഷെ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് തന്നെ കിട്ടും? 2 by 100 എന്ന് പറഞ്ഞാൽ 2 by 10 എന്ന് പറഞ്ഞാൽ 0.2 ആണ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 0.2 ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ ഓപ്ഷൻ ഡി എന്താണ്? 0.2 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ്. Question number 33. Calculate the modulation depth when a transmitter radiates a signal of 10.125 kilowatt after modulation and 9 kilowatt without modulation of the signal. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ബിഫോർ മോഡുലേഷൻ്റെ ആഫ്റ്റർ മോഡുലേഷൻ്റെ പവർ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മൾ മോഡുലേഷൻ ഡെപ്ത്, മോഡുലേഷൻ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന എം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇക്വേഷൻ എന്താണ്? പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ പി ടി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്തിട്ടുള്ള സിഗ്നൽ പി ടി ഈസ് ഈക്വൽ ടു കാരിയറിൻ്റെ സിഗ്നൽ അല്ലെങ്കിൽ ബിഫോർ മോഡുലേഷൻ സിഗ്നൽ ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2. ഇവിടെ എം എന്താണ്? മോഡുലേഷൻ ഡെപ്ത് അല്ലെങ്കിൽ മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് പി ടി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 10.125 കിലോ വാട്ടാണ്. 10.125 കിലോ വാട്ട് ദാറ്റ്സ് ഈക്വൽ ടു 9 കിലോ വാട്ട് ഇൻറ്റു 1 പ്ലസ് എം സ്ക്വയർ ബൈ 2. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എമ്മിൻ്റെ വാല്യൂ ആണ്. ഈ 9നെ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 10/1.25 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10.125 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 1.125
സംതിങ് വരും, 1.125 വരും. 1.125 ഈസ് ഈക്വൽ ടു 1 പ്ലസ് m²/2. അപ്പോൾ m²/2 കണ്ടുപിടിക്കാം. m²/2 ഈസ് ഈക്വൽ ടു 1 ഇപ്പുറത്തേക്ക് എടുത്താൽ 0.125 എന്ന് കിട്ടി. ഇനി ഇതിനകത്ത് m² കണ്ടുപിടിച്ചാൽ m² ഈസ് ഈക്വൽ ടു 0.125 മൾട്ടിപ്ലൈഡ് ബൈ 2 0.25 ആണ്. അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം, അതിൻ്റെ റൂട്ട് എടുക്കാം. 0.25ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 0.5 എന്ന് കിട്ടി. പക്ഷേ നമുക്ക് ആൻസറിൽ എന്താണ്, പെർസെൻറ്റേജിലാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 0.5 മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, 50% ആൻസർ കിട്ടി. അപ്പോൾ എന്താണ് ആൻസർ, ഓപ്ഷൻ സി 15% ആണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question number 34. If the number of quantization levels in a PCM or pulse code modulation system is increased from 8 to 64, the bandwidth of the channel changes by. നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ക്വാണ്ടൈസേഷൻ ലെവൽസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. 8 to 64 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനലും ക്വാണ്ടൈസേഷൻ ലെവൽസും തമ്മിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ലിങ്ക് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കയ്യിലുണ്ട്. എന്താണ്, ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ എത്ര ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതും ക്വാണ്ടൈസേഷൻ ലെവൽസും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്, നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ അഥവാ n. നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടൈസേഷൻ ലെവലിന് L ഈസ് ഈക്വൽ ടു 2n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ ചാനൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചേഞ്ച് ഫാക്ടറിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ചേഞ്ച് ഫാക്ടർ ഈസ് ഈക്വൽ ടു N2/N1. എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സാമ്പിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഫാക്ടർ ഓഫ് ബാൻഡ് വിഡ്ത്ത് എത്രത്തോളം ചേഞ്ച് ആയി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി, N1ഉം N2ഉം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ നമ്മൾ L1 ഫസ്റ്റ് ക്വാണ്ടൈസേഷൻ ലെവലിന് N1 നമ്പർ ഓഫ് ബിറ്റ്സ് കൊടുത്തു. അടുത്ത ക്വാണ്ടൈസേഷൻ ലെവൽ, അതായത് ഫൈനൽ ക്വാണ്ടൈസേഷൻ എന്ന് പറയാം, അതിന് നമ്മൾ 2/NF, ഇത് ഇനീഷ്യലിനും ഫൈനലിനും കൊടുക്കാം. ഓക്കെ, അതായിരിക്കും എളുപ്പം. അങ്ങനെയാണെങ്കിൽ Li ഈസ് ഈക്വൽ ടു 2/Ni, LF ഈസ് ഈക്വൽ ടു 2/NF. ഇവിടെ ഫസ്റ്റിലത്തെ എത്രയാണ്, 8 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് Niൻ്റെ വാല്യൂ എത്ര കിട്ടി, 2 എത്ര ചെയ്താലാണ് നമുക്ക് 8 കിട്ടുന്നത്, 2/3. അപ്പോൾ Nൻ്റെ വാല്യൂ എന്താണ്, 3 ആണ്. ഇനി NF കണ്ടുപിടിക്കണം. NF അതായത് ഫൈനൽ വാല്യൂ ഓഫ് N. 2 എത്ര ചെയ്താൽ നമുക്ക് 64 കിട്ടും നോക്കിയാൽ മതി. എത്രയാണ്, 2/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 64 കിട്ടും. അപ്പം NF ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. N2/N1 അല്ലെങ്കിൽ N ഫൈനൽ ബൈ N ഇനീഷ്യൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ചേഞ്ച് ഫാക്ടർ കിട്ടും. NF എത്രയാണ്, 6 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്രയാണ്, 2. അപ്പോൾ എ ഫാക്ടർ ഓഫ് 2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. 34ന് ആൻസർ ഓപ്ഷൻ സി ആണ്, എ ഫാക്ടർ ഓഫ് 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, ഇത് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2022 നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ ഫിസിക്സ് സീനിയർ എക്സാമിന് വേണ്ടി നടത്തിയിട്ടുള്ള സെറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. The operational amplifier 741C has a slew rate of 15 volt per microsecond. What is the power bandwidth of a peak output voltage of 200 milliwatt? അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എത്രയാണ് ഇതിൻ്റെ പവർ ബാൻഡ് വിഡ്ത്ത്. പവർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീക്വൻസിയിലാണ് കിട്ടുന്നത്. പവർ ബാൻഡ് വിഡ്ത്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 240 kHz, ഓപ്ഷൻ ബി 3 MHz, ഓപ്ഷൻ സി 2 MHz, ഓപ്ഷൻ ഡി 26 MHz. ഇതിൽ ഏതാണ് ഓപ്ഷൻ നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട്, സ്ലീവ് റേറ്റ് തന്നിട്ടുണ്ട് 15 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് പവർ ബാൻഡ് വിഡ്ത്ത് ആണ്. പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VP ഔട്ട് തന്നിട്ടുണ്ട് 200 മില്ലി വോൾട്ട്. 200 × 10⁻³ വോൾട്ട് എന്ന് നമുക്ക് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് പവർ ബാൻഡ് വിഡ്ത്ത് ആണ്. എന്താണ് ഇക്വേഷൻ, പവർ ബാൻഡ് വിഡ്ത്ത് F ഈസ് ഈക്വൽ ടു
അല്ലെങ്കിൽ എഫ് പി ഈസ് ഈക്വൽ ടു സ്ലൂ റേറ്റ് ഡിവൈഡഡ് ബൈ 2π വി പവർ ഔട്ട്. ദാറ്റ് ഇസ് സ്ലൂ റേറ്റ് എത്രയാണ്? 15 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിന് നമുക്ക് മാറ്റാം. 15 ഇൻറ്റു 10⁻, മൈക്രോ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 10⁻⁻6 ചെയ്യും. പക്ഷേ ഇത് ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് മുകളിലോട്ട് വരുന്ന സമയത്ത് 10⁻+6 വോൾട്ട് പെർ സെക്കൻഡ് ആയി. അപ്പോൾ 15 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു തന്നിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്? 200 ഇൻറ്റു 10⁻⁻3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15/2π എന്ന് പറയുമ്പോൾ ഏകദേശം ഓക്കെ, ഇവിടെ 200 2 കൂടെ ഉള്ളതുകൊണ്ട് ഡിവൈഡ് ബൈ ഇവിടെ എന്ത് വരും? 4π എന്ന് വരും. നമുക്ക് 150 എന്ന് എഴുതാം. 150 ഇൻറ്റു 10⁻5. ഈ 10⁻⁻3 മുകളിലേക്ക് പോകുമ്പോൾ ഓക്കെ, ഇവിടെ 10⁻2 കൂടെ ഉണ്ട്. അപ്പോൾ ഇതെന്തായി? 10⁻-1 ആയി. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ എന്തായി? 10⁻1 ആയി. ഇപ്പോൾ 10⁻1 ഓക്കെ, അത് നമുക്കിവിടെ 150 ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് 150 ഡിവൈഡ് ബൈ 4π ഇൻറ്റു 10⁻5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 12ൻ്റെ അടുത്ത് വരും. 12 ഇൻറ്റു 10⁻, എന്ത് വരും? ഓക്കെ, ഇത് 6 ആണ്. നമ്മൾ നേരത്തെ 150 ഇങ്ങോട്ട് എടുത്തപ്പം ചേഞ്ച് ചെയ്തതാണ്. 10⁻6 ഇൻറ്റു 12, അതായത് 12 മെഗാ ഹേർട്സ് കിട്ടി. 12 മെഗാ ഹേർട്സ് ആൻസർ കിട്ടി. ഓപ്ഷൻ എന്താണ്? സി ആണ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്ലൂ റേറ്റും പീക്ക് ഔട്ട്പുട്ട് വോൾട്ടേജും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റി? പവർ ബാൻഡ് വിഡ്ത്ത് ആണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്, 12 മെഗാ ഹേർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് അതിൻ്റെ നോട്ട്സ് ആണ്, വേണ്ട ആൾക്കാർക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. In a gallium arsenide LED, dash of the photons incident from gallium arsenide on the gallium arsenide air interface are reflected back to the semiconductor. The refractive index of gallium arsenide തന്നിട്ടുണ്ട് 3.5 at a wavelength of 700 nanometers. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര പെർസെൻറ്റേജ് ഫോട്ടോൺസ് ആണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്, അതാണ് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തിട്ടുള്ളത്, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഫോളോ ചെയ്തിട്ടുള്ളതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താവും? കുറച്ച് ലൈറ്റ് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം റിഫ്ലക്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഫ്രെനൽസ് ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇവിടെ നമുക്ക് നോർമൽ ഇൻസിഡൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് R is equal to n1 minus n2 by n1 plus n2 ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗാലിയം ആർസനൈഡ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 3.5 ആണ്. ഇവിടെ ഗാലിയം ആർസനൈഡും എയറും തമ്മിലുള്ള ഇന്റർഫേസ് ആയതുകൊണ്ട് അടുത്ത മീഡിയം എന്താണ്? എയർ ആണ്. അപ്പോൾ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1 എടുക്കാം. ഡിവൈഡഡ് ബൈ 3.5 പ്ലസ് 1. ഇത് ചെയ്യുന്നേരം നമുക്ക് എന്ത് ആൻസർ കിട്ടും? 3.5 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2.5 ഡിവൈഡഡ് ബൈ 3.5 പ്ലസ് 1 4.5. ഇത് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5/9 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 25/81 കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.31 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ പെർസെൻറ്റേജിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പെർസെൻറ്റേജ് ചോദിക്കുമ്പോൾ 0.31 മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ 31% ആൻസർ കിട്ടും. ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, 31%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Question number 14. The rate of change of output voltage of an op-amp integrator in response to a step input is set up by. എന്താണ് ചോദിച്ചത്? The rate of change of output voltage എന്ന് പറഞ്ഞാൽ dV out by dt of an op-amp integrator in response to a step input is set up by. RC ടൈം കോൺസ്റ്റന്റ് ശരിയാണോ? RC ടൈം കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ റെസിസ്റ്ററിന്റെ വാല്യൂ മൾട്ടിപ്ലൈഡ് ബൈ
കപ്പാസിറ്ററിന്റെ വാല്യൂ, അതിന്റെ ടൈം കോൺസ്റ്റന്റ് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ. അതായത് നമുക്ക് നേരിട്ട് ഇക്വേഷൻ അറിയാം, എന്താണ് കറണ്ട് ഈസ് ഈക്വൽ ടു സി ഡി വി ഔട്ട് ബൈ ഡി ടി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, കറണ്ട് ത്രൂ ദ കപ്പാസിറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് കപ്പാസിറ്ററിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റെപ്പ് ഔട്ട്പുട്ട്. ആക്ച്വലി സ്റ്റെപ്പ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഓൾ ദ അബോവ് ആൻസർ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡിയിൽ പോവാം. ശരിക്കും ഇൻപുട്ട് വോൾട്ടേജിന്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചെറിയൊരു ഒരു കൺഫ്യൂഷൻ അതിൽ വരും. പക്ഷേ എന്താണ്, ഓൾ ദ അബോവ് ഇത് രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ഡി പോവാം, ഓൾ ദ അബോവ്. അതിന് ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഐ ഈസ് ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി ആർ സി ടൈം കോൺസ്റ്റന്റിന്റെ കാര്യവും പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സ്റ്റെപ്പ് ഇൻപുട്ടിന്റെ കാര്യമൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വേണ്ട ആൾക്കാർക്ക് വായിച്ചു നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഫോർ എ ഗിവൺ എൻ ചാനൽ ഫെറ്റ് സർക്യൂട്ട്, ഐ ഡി തന്നിട്ടുണ്ട് എത്രയാണ്, 8 മില്ലി ആംപിയർ. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് വി ഡി എസ് ആൻഡ് വി ജി എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ഡി എസ് കണ്ടുപിടിക്കണം, വി ജി എസ് കണ്ടുപിടിക്കണം. ഇത് എങ്ങനെയാണ് നമ്മൾ വി ഡി എസും വി ജി എസും കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് വി ഡി എസ് കണ്ടുപിടിക്കാം. വി ഡി എസ് ഈസ് ഈക്വൽ ടു എന്താണ്, വി ഡി ഡി തന്നിട്ടുണ്ട്, വി ഡി ഡി മൈനസ് ഇതിൽ കൂടെയുള്ള കറണ്ട് ഐ ഡി തന്നിട്ടുണ്ട് ഇൻറ്റു ഇവിടെയുള്ള രണ്ട് റെസിസ്റ്റൻസ് ആർ ഡിയും ആർ എസും, ആർ ഡി പ്ലസ് ആർ എസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വി ഡി എസ് കിട്ടും. വി ഡി ഡി എത്രയാണ്, 12 വാട്ടാണ്. മൈനസ് ഐ ഡി എന്ന് പറയുന്നത് 8 മില്ലി ആംപിയർ ആണ്. അപ്പോൾ 8 × 10⁻³ ഇൻറ്റു ആർ ഡി പ്ലസ് ആർ എസ് 860 ഓം പ്ലസ് ഇത് എത്രയാണ്, 390 ഓം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 12 × 8 × 10⁻³ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് പോയിന്റ് എടുക്കാം. ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 8 × 1.25 ചെയ്ത് കഴിഞ്ഞാൽ 1.25 × 2 2.5 × 4 വരുമ്പോൾ എത്ര വരും, 10 വരും. 12 - 10 എന്ന് പറയുമ്പോൾ 2 വോൾട്ട് ആണ് നമുക്ക് വി ഡി എസ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി ജി എസ് കണ്ടുപിടിക്കണം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി, ഓപ്ഷൻ ബി ആണ്. ഒറ്റയൊന്ന് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഇനി നമുക്ക് വി ജി എസും കൂടെ കണ്ടുപിടിക്കാം. വി ജി എസ് ഇസ് ഈക്വൽ ടു, എങ്ങനെ നമുക്ക് വി ജി എസ് കണ്ടുപിടിക്കാൻ പറ്റും, വി ജി എസ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. അതായത് വോൾട്ടേജ് അറ്റ് ഗേറ്റ് മൈനസ് വോൾട്ടേജ് ഓഫ് സോഴ്സ്. അപ്പം വി ജി എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, വി ജി മൈനസ് വി എസ് എന്ന് എഴുതാൻ പറ്റും. അതായത് ഇവിടെ ഗേറ്റ് വോൾട്ടേജ് എത്രയാണ് തരുന്നത്, ഇവിടെ ഗേറ്റിലുള്ള വോൾട്ടേജ് 0 വോൾട്ടാണ് ഇതിനകത്ത് ഡയഗ്രത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ -0 മൈനസ് സോഴ്സ് വോൾട്ടേജ് എത്രയാണ്, സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഐ എസ് ഇൻറ്റു ആർ എസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സോഴ്സ് വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, ഐ ഡി കൂടെ വരുന്ന കറണ്ട് തന്നെയാണ് സോഴ്സ് കൂടെ പോകുന്നത്. അപ്പം നമുക്ക് ഐ ഡി തന്നെ എടുക്കാം. 8 മില്ലി ആംപിയർ, ദാറ്റ് ഈസ് 8 × 10⁻³ മില്ലി ആംപിയർ ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്, 390 ഓം. 390 ഓം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ -390 × 8 ചെയ്താൽ 39 × 8 ചെയ്താൽ എത്ര കിട്ടും, 124 31 വരും. അപ്പോൾ 3120 എന്ന് വരും. പക്ഷേ 10⁻³ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, ഈ പോയിന്റിന് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ -3.12 ഇതാണ് എന്ത് കിട്ടുന്നത്, വി ജി എസിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ രണ്ട് ഓപ്ഷനും കിട്ടുന്നുണ്ട്. വി ഡി എസ് ഇസ് ഈക്വൽ ടു 2 വോൾട്ട് ആണ്, വി ജി എസ് ഇസ് ഈക്വൽ ടു 3.12 വോൾട്ട് ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ആന്റിന കറണ്ട് ഓഫ് ആൻ AM transmitter is 10 ampere when only the carrier is sent. അപ്പോൾ ഇതെന്താണ്, ഐ സി ആണ് തന്നിട്ടുള്ളത്. കാരിയർ കറണ്ട് 10 ആംപിയർ.
And if the transmitter current increases to 10.87 ampere on modulation with a single sine wave, എന്ന് വെച്ചാൽ എന്താണിത്, IT അതായത് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള കറണ്ട് 10.87 ആംപിയർ. വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഓഫ് മോഡ്യുലേഷൻ? നമുക്ക് മോഡ്യുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ മോഡ്യുലേഷൻ ഡെപ്ത് എം കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പെർസെൻറ്റേജ് മോഡ്യുലേഷൻ എത്രയാണെന്ന് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എടുക്കാം. നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ ആദ്യം പഠിച്ചു, അതേപോലെ തന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ IT ഈസ് ഈക്വൽ ടു IC ഇൻറ്റു √1+m²/2. പവർ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവിടെ എന്തില്ല, റൂട്ടില്ല. ഇവിടെ എന്തുണ്ട്, ഒരു റൂട്ടാണ് അഡീഷണൽ വരുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ എന്താണ്, ഒരെണ്ണം പഠിച്ചാൽ മറ്റേത് അഡീഷണലി കോംപ്ലിമെൻ്ററി നമുക്ക് കിട്ടി. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഒരു റൂട്ട് എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. IT ഈസ് ഈക്വൽ ടു 10.87, ദാറ്റ്സ് ഈക്വൽ ടു IC എന്താണ്, 10 ആംപിയർ ആണ്, √1+m²/2. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ 10 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 1.087 is equal to √1+m²/2. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1.18 എന്ന് കിട്ടി. 1.18 is equal to 1+m²/2 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ 1നെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടി, 0.18 is equal to m²/2. ഈ 2നെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 0.36 is equal to m². അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ എന്ത് കിട്ടി, √0.36 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.6 ആണ്. 0.6 ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എങ്കിൽ നമുക്ക് മോഡുലേഷൻ പെർസെൻറ്റേജ് ആണ് വേണ്ടത്. എന്ത് ചെയ്യണം, ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ മോഡുലേഷൻ പെർസെൻറ്റേജ് കിട്ടും 60%. ഒരു സിംഗിൾ സൈൻ വേവ്സിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും 60%. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. An amplifier with a resistive negative feedback has two left half plane poles in its open loop transfer function. The amplifier will be stable for all frequencies, may be stable depending on the feedback factor, will always be stable at high frequencies, will oscillate at low frequencies. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയി പഠിച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പം ജസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ പറയാം. ഓപ്ഷൻ എയിൽ പറയുന്നത് വിൽ ബി സ്റ്റേബിൾ ഫോർ ഓൾ ഫ്രീക്വൻസീസ് എന്നാണ്. ഇതെന്താണ്, കറക്റ്റാണ്. വിത്ത് 2 ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ പോൾസ് ആൻഡ് റെസിസ്റ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് ആംപ്ലിഫയർ എന്തായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്, കറക്റ്റാണ്. ഇനി ഓപ്ഷൻ ബിയിൽ പറയുന്നത് മേ ബി അൺസ്റ്റേബിൾ എന്നൊക്കെയാണ്. അങ്ങനെ നമുക്ക് മേ ബി അൺസ്റ്റേബിൾ എന്നൊക്കെ പറയണമെങ്കിൽ ഇത് ഉറപ്പായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ എന്തായിരിക്കില്ല, ഇത് മേ ബി അൺസ്റ്റേബിൾ എന്നുള്ള സാധനം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ പോൾസും നെഗറ്റീവ് ഫീഡ്ബാക്സും വരുന്ന സമയത്ത് ജനറലി എന്താണ്, സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മേ ബി അൺസ്റ്റേബിൾ എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്നത് വിൽ ഓൾവേസ് ബി അൺസ്റ്റേബിൾ അറ്റ് ഹൈ ഫ്രീക്വൻസീസ് ആണ്. ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് എന്ത് വരുന്നില്ല, ഇതിൻ്റെ സ്റ്റെബിലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് വിൽ ഓസിലേറ്റ് അറ്റ് ലോ ഫ്രീക്വൻസീസ്. ഈ പറയുന്ന കണ്ടീഷൻസിൽ എന്ത് പറയുന്നില്ല, ഓസിലേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഓസിലേഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വിൽ ബി സ്റ്റേബിൾ ഫോർ ഓൾ ഫ്രീക്വൻസീസ്. ഓക്കെ, ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മളുടെ 2022 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്കിനി 2018 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. കോവിഡിന് മുന്നേ ഒരുപാട് മുന്നേ വന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ആ സമയത്ത് പാറ്റേൺ കുറച്ചും കൂടെ സിമ്പിൾ ആയിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബേസിക് സാധനങ്ങളോട് കവർ ചെയ്തിട്ട് പോകും. ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും നമുക്കൊരു ഡയറക്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഈസ്. എന്താണ് വേണ്ടത്, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽസ്
ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണിത്? കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ ആംപ്ലിഫയേഴ്സ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫേസ് ഡിഫറൻസ് എത്രയാണ്? 180 ഡിഗ്രി ആണ്. അടുത്തത് റിപ്പിൾ ഫാക്ടർ ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്? 1.21 ആണ്. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഓർത്തിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആൻസർ ചെയ്ത് പോവാം. അടുത്തത് യൂണിവേഴ്സൽ ബിൽഡിംഗ് ബ്ലോക്സ് ആർ. ഇത് ഗേറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, നമ്മൾ പല ഗേറ്റ്സുകളും പഠിച്ചു. ആൻഡ്, ഓർ, നാൻഡ്, നോർ, എക്സോർ, എക്സ്നോർ എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഗേറ്റ്സുകളും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗേറ്റിൻ്റെ അകത്തുനിന്ന് എന്തുണ്ടാക്കാൻ പറ്റണം? ബാക്കിയുള്ള ഗേറ്റ്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഗേറ്റ്സ് ഏതൊക്കെയാണ്? നാൻഡ് ആൻഡ് നോർ ഗേറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 34. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. LED ഈസ് ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ. ഓപ്ഷൻ ബി, ഫോട്ടോ ഡയോഡ് ഈസ് റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ. സോളാർ സെൽ ഈസ് എ PN ജംഗ്ഷൻ. ഇതൊക്കെ കറക്റ്റാണ്, നമുക്കറിയാം. സോളാർ സെൽ എന്താണ്? PN ജംഗ്ഷൻ ആണ്. ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ ആണ്. ഇനി LED ഈസ് എ റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? റോങ് ആയിരിക്കും. LED എന്തല്ല? റിവേഴ്സ് ബയസ് അല്ല, അതൊരു ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ള ഒരു PN ജംഗ്ഷൻ ആണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പൊ നമുക്ക് 34 എന്ത് കിട്ടി? ഓപ്ഷൻ ബി തെറ്റാണ്. അതുകൊണ്ട് ഓക്കെ, നമുക്ക് റോങ് ആയിട്ടുള്ള ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും സമയം കൊണ്ട് എന്ത് ഡിസ്കസ് ചെയ്തു? 2025 ചോദിച്ച സീനിയർ എക്സാം തൊട്ട് 2018 എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാണുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇലക്ട്രോണിക്സിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതൊക്കെ പോർഷൻസ് പഠിക്കണമെന്ന് നിങ്ങൾക്കൊരു ബേസിക് ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എന്ത് മതി? സിലബസ് പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന മാർക്കാണ് ഇലക്ട്രോണിക്സിലുള്ള SST ഫിസിക്സിൽ ചോദിക്കുന്ന മാർക്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിക്സ് തറവായിട്ട് പഠിക്കണം. ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് നോട്ട്സ് ഒക്കെ എഴുതി പോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കിട്ടാവുന്ന എക്സാം ആണ് എന്ത്? SST ഫിസിക്സിന്റെ എക്സാം. പക്ഷേ ഇതെന്താണ്? HSC എക്സാം പോലെ പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് ഒക്കെ പ്രിപ്പറേഷൻ, അല്ലെ 2-3 മാസം കൊണ്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടൊക്കെ നമ്മൾ HSC ചിലപ്പം ഒരു 60-70 മാർക്കിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ കിട്ടിയവരുണ്ടാവും. പക്ഷേ അതുപോലെ ഒരു എക്സാം അല്ല HSSTക്ക്. നമുക്ക് എന്ത് വേണം? സ്റ്റാർട്ടിങ് തൊട്ടേ ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിക്സ്, ബ്രിഡ്ജ് കോഴ്സും ഒക്കെ തന്ന് അങ്ങനെയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും എല്ലാ മൊഡ്യൂൾസും കറക്റ്റായിട്ട് നോട്ട്സൊക്കെ എഴുതി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രീവിയസ് പേപ്പേഴ്സ് കൂടെയൊക്കെ പോയി ഇതിൻ്റെ കറക്റ്റ് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? SST ഫിസിക്സ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാ ആൾക്കാരും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. നമുക്ക് ഒരുപാട് ടൈം ഉണ്ട് മുന്നിൽ. പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സമയമുണ്ട്. ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് എല്ലാ പോർഷൻസും ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് സുഖമായിട്ട് SST എക്സാമിന് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ see you. Bye bye.